രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഇത് പാമ്പിനെ നമ്മൾ പരിപാലിക്കുന്ന പോലെയാണ്. അതേപോലെയാണ് ഈ ദശരഥ മഹാരാജാവ് ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത്. ആശീവിഷ ഇവാങ്കേന ബാലേ പരിധൃതസ്ത്വയ, അല്ലയോ ബാലേ, പെൺകുട്ടി, പെൺകുഞ്ഞെ എന്ന് കൈകേയെ വിളിക്കാണ്. ഇത് ശത്രുവാണ് എന്നറിയാതെ നിന്റെ പതി എന്നുള്ള നിലയിൽ നീ അദ്ദേഹത്തെ അലങ്കാരമായി ആദരിച്ചു കൊണ്ടു നടന്നു. ശരിക്ക് ഒരു ആശീവിഷത്തെ, ഒരു പാമ്പിനെ, ഘോരമായ വിഷമുള്ള പാമ്പിനെ തന്നില് എടുത്ത് ധരിച്ചതുപോലെ അതേപോലെയായിരുന്നു. നീ വളർത്തിയത് പാമ്പിനെയാണ്, നീ കൊണ്ടു നടന്നത് പാമ്പിനെയാണ്, നീ ധരിച്ചത് പാമ്പിനെയാണ്. പാമ്പിനെ ധരിച്ചാൽ എന്തു വിപത്തുണ്ടാകും? അത് തന്നെയാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം അല്ലയോ കൈകേയി സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ മന്ധര കൈകേയിയുടെ മനസ്സിനെ ഇളക്കാൻ വേണ്ടിയിട്ട് വളരെ യുക്തിസഹമെന്ന് തോന്നുന്ന യുക്തിഹീനതകൾ ഒന്നൊന്നായിട്ട് വിളമ്പുകയായിരുന്നു. ആ അവസരത്തില് കൈകേയി എങ്ങനെയാ പ്രതികരിച്ചത്? മന്ധരായ വചശ്രുത്വ ശയനാത്സ ശുഭാനന ഉപതസ്ഥോ ഹർഷസമ്പൂർണ ചന്ദ്രലേഖേ വശാരഥി. താൻ കിടക്കുന്നതായ ശയനത്തിൽ നിന്നിട്ട് കൈകേയി എണീറ്റു. എങ്ങനെ? സന്തോഷത്തോടുകൂടി എണീറ്റു. അതാണ് ഹർഷസമ്പൂർണ, നിറയുന്ന, സമ്പൂർണമായും നിറയുന്ന സന്തോഷത്തോടു കൂടിയിട്ട് ശുഭാനന, മനോഹരമായ മുഖത്തോടു കൂടിയവളായിട്ട്. ആ മുഖത്തില് മ്ലാനതയല്ല, ദുഃഖമല്ല, വിരോധമല്ല, വിനയോ ആനന്ദം, തെളിവുറ്റതായ ആനന്ദം അത് തിളങ്ങുന്നു ആ മുഖത്ത്. അങ്ങനെ ശരത് ഋതുവിലെ ചന്ദ്രനെ പോലെ, ചന്ദ്രലേഖേവ ശാരദി, ശരത് ഋതുവിലെ ചന്ദ്രനെ പോലെ ആരെയും ആഹ്ലാദിപ്പിക്കുമാറ് വളരെയേറെ സന്തോഷത്തോടുകൂടി കൈകേയി ആ കട്ടിൽ നിന്നിട്ട് എണീറ്റു. എന്നിട്ട് വളരെയേറെ വിസ്മയത്തോടു കൂടിയവളായിരുന്നു അവൾ. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? അതീവ സാധു സന്തുഷ്ട കൈകേയി വിസ്മയാന്വിത, അങ്ങേയറ്റം അതീവ സന്തുഷ്ടയായി. പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്രമാത്രം സന്തോഷം കൈകേയിക്ക് ഉണ്ടായി എന്ന്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് മാത്രമല്ല, താൻ ആഗ്രഹിക്കുന്നതായ ഒരു സംഭവം ഇതാ കേൾക്കുന്നു. മന്ധര പറയുന്നത് വിപരീതമായിട്ടാണെങ്കിലും ആ സംഭവത്തെക്കുറിച്ച് നേരെ വിപരീതമായി അപകടകാരിയായിട്ടാണ് മന്ധര സംസാരിക്കുന്നതെങ്കിലും ആ സംഭവം ഏതിനെ കുറിച്ചാണോ മന്ധര പറയുന്നത്, ആ സംഭവം അത് തനിക്ക് ഏറ്റവും സന്തോഷകരമാണ്. എന്താ? രാമന്റെ യുവരാജ്യാഭിഷേകം. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള സന്ദർഭമാണത്. താൻ എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്ന രാമനെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കണം എന്ന്. പക്ഷെ അതൊക്കെ തീരുമാനിക്കേണ്ടത് മഹാരാജാവാണ്. ഇവിടുത്തെ രാജാവ് അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതിതാ എത്രയും വേഗം നടത്താനും പോകുന്നു. ഈ സന്തോഷ വൃത്താന്തമാണ് മന്ധര എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മന്ധര പറഞ്ഞത് വിപരീതമായിട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് മന്ധരയുടെ മനസ്സിന്റെ കാപട്യം, ആ മനസ്സിന്റെ ക്രൂരത, ആ മനസ്സിലുള്ളതായ താമസഭാവങ്ങൾ. എങ്കിലും ആ സന്ദേശം, ആ അറിയിപ്പ് അത് സന്തോഷകരം. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി, അത്ഭുതത്തോടു കൂടിയിട്ട് കൈകേയി എന്ത് ചെയ്തു? ദിവ്യം ആഭരണം തസ്യൈ കുബ്ജായൈ പ്രദദൗ ശുഭം. തന്റെ കഴുത്തിൽ കിടക്കുന്നതായ ദിവ്യമായ ആഭരണം, ആ ആഭരണം ഈ ഭൂലോകത്തിൽ
ലഭിക്കുന്നതല്ല. മഹാരാജാവായ ദശരഥൻ ദേവലോകത്തെ അസുര വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രന്റെ അഭ്യർത്ഥന മാനിച്ച് അവിടെ ദേവലോകത്തിൽ പല തവണ യുദ്ധത്തിന് പോയിട്ടുണ്ട്. അങ്ങനെ ദേവലോകത്തെ രക്ഷിച്ചിട്ടുണ്ട്. ഒരവസരത്തിൽ കൈകേയിയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ തിരിച്ച് വരുമ്പോഴത്തേക്കും വളരെയേറെ ബഹുമതി ദേവാദികൾ മഹാരാജാവായ ദശരഥന് ചൊരിയും. അന്ന് അവർ കൊടുത്ത ആഭരണങ്ങൾ, അനേകം ദിവ്യാഭരണങ്ങൾ, ദേവലോകത്തുള്ളതായ ആഭരണങ്ങൾ, അത് ഇവിടെയുണ്ട്, ഈ കൊട്ടാരത്തിലുണ്ട്. അതാണ് ഇപ്പോൾ, അതിൽ ഏതാനും എണ്ണമാണ് ഇപ്പോൾ കഴുത്തിലിട്ടിരിക്കുന്നത് കൈകേയി. ആ കൂട്ടത്തിൽ നിന്ന് ഉള്ള ഒരാഭരണം, അതാണ് ദിവ്യമാഭരണം എന്ന് തന്നെ എടുത്തു പറഞ്ഞത്. സ്വർലോകത്ത് നിന്ന് കൊണ്ടുവന്നതായ ആഭരണം, അതിനെ തസ്യൈ കുബ്ജായൈ പ്രദത്തൗ ശുഭം. ആ കുബ്ജയ്ക്ക് അവളുടെ രൂപം പോലെ തന്നെ മനസ്സിന്റെ പ്രകൃതവും, നടുവിന് വളവുണ്ട്, അത് മനസ്സിനും ഉണ്ട് ആ വളവ്. ആ കുബ്ജയ്ക്ക്, മന്ധരയ്ക്ക് വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് ആ സമ്മാനം കൊടുത്തു. ദത്വാതു ആഭരണം തസ്യൈ കുബ്ജായൈ പ്രമദോത്തമ. വളരെയേറെ ഉത്തമ ശീലത്തോടു കൂടിയവളായ കൈകേയി ആ കുബ്ജയ്ക്ക് ആ ആഭരണം കൊടുത്തിട്ട് കൈകേയി മന്ധരം ഹൃഷ്ട പുനരേവ അബ്രവീദിതം. വളരെയേറെ സന്തോഷത്തോടുകൂടി കൈകേയി മന്ധരയോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മന്ധരേ, ഇതം തു മന്ധരേ മഹ്യം ആഖ്യാതം പരമം പ്രിയം. അല്ലയോ മന്ധരേ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാവെന്ന് പറഞ്ഞിരിക്കണേ. എന്താ? രാമന് അഭിഷേകം എന്ന്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കല്പം അതാ ഈ അഭിഷേകമാണ്. അങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് നീ വന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതന്മേ പ്രിയമാഖ്യാതം, നീ എനിക്ക് പ്രിയമായ കാര്യം ഇതാ പറഞ്ഞിരിക്കുന്നു. കിം വാ ഭൂയ കരോമിതേ, ഞാനിപ്പോ നിനക്ക് ആഭരണം തന്നു, ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്തൊക്കെ തരണം? എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അല്ലയോ മന്ധരേ, ഈ മഹാത്മ്യമേറിയതായ വൃത്താന്തം എന്നെ വന്ന് അറിയിച്ചതിന് എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് വാരിക്കോരി തരാൻ തയ്യാറാണ്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, രാമൻ എനിക്ക് എന്റെ മകനാണ്. രാമേവാ ഭരതേവാഹം വിശേഷം നോപലക്ഷയേ. രാമനിലും ഭരതനിലും എനിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ഭരതനെ പോലെ തന്നെ രാമൻ, രാമനെ പോലെ തന്നെ ഭരതൻ. രാമൻ എന്റെ മകൻ, കൗസല്യയുടെ മകനെന്ന് ലോകത്തിൽ എല്ലാ പേരും പറയും. പക്ഷെ ആ രാമൻ എന്റെ മകൻ തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭരതനെ പോലെ തന്നെ, അല്ലെങ്കിൽ എന്റെ രാമനെ പോലെയാണ് ഭരതൻ. കാരണം ഭരതനും രാമനും തമ്മിൽ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. തസ്മാത്, അക്കാരണത്താൽ, തസ്മാത് തുഷ്ടാസ്മി യത് രാജ രാമം രാജ്യേഭിഷേക്ഷ്യതി. അതിനാൽ അക്കാരണത്താല് മഹാരാജാവ് രാമനെ യുവരാജാവായിട്ട് സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് അഭിഷേകം കഴിക്കാൻ പോവുകയാണല്ലോ. അതിൽ ഞാൻ അങ്ങേറ്റം സന്തുഷ്ടയാണ്. സന്തോഷത്തോടു കൂടിയിട്ട് കൈകേയി മന്ധരയ്ക്ക് സമ്മാനവും കൊടുത്ത് മന്ധരയോട് പറഞ്ഞു. മന്ധര എന്താണോ ഉദ്ദേശിച്ചത് അതിന് വിപരീതമായിട്ടായിരുന്നു കൈകേയിയുടെ വാക്കുകളും കൈകേയിയുടെ പ്രവൃത്തികളും. നാളെ രാത്രി 8:30 നമുക്ക് ഇതേപോലെ ഒരുമിച്ച് കൂടാം. വാൽമീകി രാമായണത്തിലെ ഈ പവിത്രമായിരിക്കുന്ന രാമകഥ നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടിയിട്ട് വിചിന്തനം ചെയ്യാം. അതിന് വാൽമീകി മഹർഷി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.